ഹായ് ഹലോ ആദ്യസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനും നിരഞ്ജനയും ഇതായി പോകുന്നത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ, കൊല്ലത്തെ. അപ്പം എപ്പോഴത്തെയും പോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ വളരെ കൂടുതലാണ്. അപ്പം ഇപ്പോഴത്തെ എൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കൈയുമാണ്. അപ്പോൾ എൻ്റെ രണ്ട് കൈക്കും പെരുപ്പാണ് കേട്ടോ. ഗുളികയൊക്കെ കഴിച്ച് മാറുമെന്നൊക്കെ വിചാരിച്ച് കുറേ നാൾ ഗുളികയൊക്കെ കഴിച്ചു. പക്ഷേ ഗുളിക കഴിച്ചാലും നമുക്ക് ഈ ബ്ലോക്ക് മാറ്റാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും തിലകം ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് നമ്മൾ ഇത് എന്തായാലും സർജറി തന്നെ വേണം എന്നുള്ള ഒരു ഒപ്പീനിയനാണ് എടുത്തേക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോകുന്നത് ഡിസ്ട്രിക്റ്റിലെ നമ്മുടെ ഒരു ഓർത്തോ സർജനെ കാണാനാണ്. അപ്പം കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇതാ ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലാണ്. അപ്പം നമ്മൾ ഇങ്ങനത്തെ വീഡിയോകൾ ഇടുമ്പം നമ്മളെ കാര്യം മാത്രമല്ല ഈ പറയുന്നത്. അപ്പോൾ ഇത് കാണുന്നവർക്ക് മനസ്സിലാവും. ആദ്യമായിട്ടൊക്കെ പോകുന്നവർക്കാണെങ്കിൽ കുറച്ചൊക്കെ ഉപയോഗപ്പെടും കേട്ടോ. നമ്മൾ ആദ്യമായിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടും കേട്ടോ. അപ്പോൾ ഇതാണ് ഡിസ്ട്രിക്റ്റ് ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഫ്രണ്ട് വശം കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ആ ഇടത് വശത്ത് ഈ ഒരു കെട്ടിടമുണ്ട് കേട്ടോ. അപ്പം ഇങ്ങോട്ടാണ് നമ്മൾ ഇളവിടം എന്നാണ് ഇതിൻ്റെ പേര് ഈ കെട്ടിടത്തിൻ്റെ. അപ്പം അങ്ങോട്ട് നമ്മൾ ആദ്യം ചെന്നിട്ട് ആദ്യം നമ്മൾ ഒരു ടോക്കൺ എടുത്ത്, ഇതൊരു ഒരു പൊതു ടോക്കണാണ്. അതായത് ഇതൊരു ടോക്കൺ എന്നുള്ളതേ ഉള്ളൂ. ഈ ടോക്കണിൽ നിന്നാണ് നമ്മൾ അടുത്ത ടോക്കണിലേക്കുള്ള നമ്മളുടെ OP ടിക്കറ്റ് എടുക്കാനുള്ള സ്ഥലത്തേക്ക് നമ്മളെ വിളിക്കുന്നത്. അപ്പം നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഈ ഒരു പ്രൊസീജിയർ നടക്കുന്നത് കേട്ടോ. അപ്പോഴിതാണ്ട് ടോക്കണൊക്കെ വിളിച്ചു തുടങ്ങി. അപ്പം നമ്മളിനി അപ്പുറത്തെ ആ ഒരു ഹാളിലേക്ക് പോയി നിന്നാണ് OP ടിക്കറ്റിനുള്ള ക്യൂവിലേക്ക് കയറേണ്ടത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ OP ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂവ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കയറി നിന്നിട്ട് നമ്മൾ OP ടിക്കറ്റ് എടുക്കണം. OP ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് 10 രൂപ അവിടെ ഒരു ചാർജ് ഉണ്ട്. അപ്പോൾ അത് കൊടുത്താണ് കേട്ടോ നമ്മൾ OP ടിക്കറ്റ് എടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ഈ ഒരു സ്പേസിലാണ് നമുക്ക് എല്ലാ ഡോക്ടേഴ്സിനെ നമുക്ക് കാണാനായിട്ട് ഉള്ളത് കേട്ടോ. അപ്പം ഐ ആയാലും നമ്മുടെ ഓർത്തോ ആയാലും സർജനായാലും അപ്പം എല്ലാ ഡോക്ടേഴ്സും ഈ ഒരു സ്ഥലത്താണ് കേട്ടോ. അതിൻ്റെ ഈ OP ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു പ്ലേസ് വരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ OP ടിക്കറ്റിൽ ആരുതി എന്നതിന് പകരം ആരുധി എന്നാണ് എഴുതിയേക്കുന്നത് കേട്ടോ. എവിടെ എൻ്റെ പേര് എൻട്രി ചെയ്യേണ്ട ഒരു സമയത്ത് ഒന്നുകിൽ ആരതി ആയിരിക്കും, അല്ലെങ്കിൽ ആരുധി ആയിരിക്കും, അല്ലെങ്കിൽ ആരഥി ആയിരിക്കും. ഈ ആരുതി എന്നുള്ള പേര് വളരെ റെയർ ആയതുകൊണ്ട് വലിയ പ്രശ്നമാണ് കേട്ടോ എല്ലായിടത്തും. അങ്ങനെ നമ്മളിതാ ഡോക്ടറിനെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ, ഓർത്തോ സർജനെ. അപ്പം നമ്മൾ ഡോക്ടറെ കയറി കണ്ടു. അപ്പോൾ ഡോക്ടർ നമ്മുടെ സർജറിക്കുള്ള ഡേറ്റ് തന്നില്ല, പകരം ബ്ലഡെല്ലാം ടെസ്റ്റ് ചെയ്തിട്ട് റിസൾട്ടുമായിട്ട് അടുത്ത ദിവസം വന്നിട്ട് നമുക്ക് ഡേറ്റ് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ദാണ്ട് നമ്മളുടെ ഇതെല്ലാം നമുക്ക് ബ്ലഡ് ഓരോരോ സ്ഥലത്ത് നിന്ന് എടുക്കേണ്ടതാണ്. ഒന്ന് മെയിൻ ലാബിൽ നിന്ന് എടുക്കേണ്ടതാണ്, റിസൾട്ട് എടുക്കേണ്ടതാണ്. രണ്ടാമത്തേത് ഒരെണ്ണം നമുക്ക് HIV അത് ജ്യോതിസ് ലാബ് എന്ന് പറയും, അവിടെ നമുക്ക് പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രൂപ്പ് നിർണ്ണയമാണ്. നമുക്ക് സർജറി അല്ലേ, അപ്പം ഇതെല്ലാം എമർജൻസിയാണ്. അപ്പം അതെല്ലാം കൊണ്ട് ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത് മെയിൻ ലാബിലേക്കാണ്. ഇതാണ് മെയിൻ ലാബ് കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ വന്ന് നിന്നെങ്കിലും ഇന്ന് നമുക്ക് ക്യാഷിൽ പോയി പൈസ അടച്ചിട്ട് വേണം ഇവിടെ വന്ന് നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം, നമ്മളുടെ ബ്ലഡ് എല്ലാം കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിത് ക്യാഷ് കൗണ്ടറാണ്. അപ്പം നമ്മൾ ഇവിടെയാണ് വന്ന് ക്യാഷ് എല്ലാം അടയ്ക്കേണ്ടത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് വന്നാണ് കേട്ടോ കാശ് അടയ്ക്കേണ്ടത് കേട്ടോ. അപ്പം നമ്മൾ പൈസയൊക്കെ അടച്ചിട്ട് നമ്മൾ വീണ്ടും ആ ഒരു പഴയ ആദ്യം നമ്മൾ കണ്ടില്ല ആ മെയിൻ ലാബിൻ്റെ അടുക്ക പോയി നമ്മൾ ബ്ലഡ് എല്ലാം കൊടുക്കാനായിട്ട് ക്യൂവിലൊക്കെ നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ബ്ലഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആദ്യം ഈ സ്ലിപ്പെല്ലാം കാണിച്ച് കൺഫേം വാങ്ങിച്ചിട്ട് വേണം നമ്മൾ നിൽക്കാനായിട്ട് കേട്ടോ. നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം കേട്ടോ. അപ്പം അതനുസരിച്ചാണ് നമ്മളെ ബ്ലഡ് എടുക്കാനായിട്ട് വിളിക്കുന്നത്. അപ്പം അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കൊടുത്തതിന് ശേഷം നമ്മൾ ബ്ലഡ് ബാങ്കിലാണ് നമ്മളുടെ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ്. ബ്ലഡ് ബാങ്ക് നമ്മുടെ കാഷ്വാലിറ്റി ആ ഒരു കെട്ടിടത്തിൻ്റെ 2ാമത്തെ നിലയിലാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടത്തേക്കാണ് കേട്ടോ പോകുന്നത്. നമുക്ക് മുകളിലേക്ക് കയറാൻ ലിഫ്റ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടെ പോയിട്ട് കാര്യമായിട്ട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവർ നമ്മളെ വിളിച്ചു. അപ്പോൾ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് വെളിയിൽ നിന്ന് തന്നെ ഒരു സൂചി വെച്ച് അറിയാമല്ലോ ഗ്രൂപ്പ് ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പോൾ അതുപോലെ നമുക്ക് അകത്ത് കയറേണ്ട കാര്യമൊന്നുമില്ല. അപ്പം നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്.
അപ്പം അപ്പോഴേ തന്നെ നമുക്ക് ടെസ്റ്റ് റിസൾട്ട് നമുക്ക് അവർ തരും. നമ്മളൊരു 2 മിനിറ്റ് നിന്നാൽ മതി. അപ്പോൾ എൻ്റെ AB പോസിറ്റീവാണ്. നമുക്ക് നേരത്തെ അറിയാം എങ്കിലും AB പോസിറ്റീവാണ്. ഓക്കെ, അപ്പം നമ്മളതെല്ലാം കളക്ട് ചെയ്ത് വെക്കണം. കാരണം ഡോക്ടറെ കാണുമ്പോൾ നമുക്കിതെല്ലാം കൊടുക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും എനിക്കൊരു ചായ കുടിക്കണമെന്ന് തോന്നി. അപ്പം ഞാനൊരു ചായ വാങ്ങിച്ച് കുടിച്ചു. അപ്പം നിരഞ്ജനയ്ക്ക് ചായയൊന്നും ഇഷ്ടമല്ല കേട്ടോ. അങ്ങനെ നിരഞ്ജനയ്ക്ക് വേണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാത്രമാണ് കേട്ടോ ചായ കുടിച്ചത്. പിന്നെ ഞാനൊരു ഉള്ളിവട മേടിച്ചായിരുന്നു. അപ്പം അത് ഒരു കഷ്ണം, ചെറിയൊരു കഷ്ണം നിരഞ്ജന കഴിച്ചു. അപ്പം നമ്മൾ എന്നിട്ട് നമ്മൾ അടുത്ത ഒരു ലാബിൽ നമുക്ക് പോകണം, ജ്യോതിസ് ലാബിൽ. അപ്പോൾ ഈ ലാബിൽ നമുക്ക് പൈസയൊന്നും അടയ്ക്കേണ്ട കാര്യമില്ല. ആദ്യം നമ്മൾ അവരുടെ ഒരു രജിസ്ട്രേഷൻ സ്ഥലത്ത് നമുക്ക് അവർ കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുകയും നമ്മളെ കൊണ്ട് ഒപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ബ്ലഡൊക്കെ എടുക്കുന്നത്. അപ്പം ഇതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് നാളെ കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ബ്ലഡെല്ലാം കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങിയതാ അതിൻ്റെ അടുക്കുള്ളൊരു ഒരു വലിയൊരു ജ്യൂസ് കടയുണ്ട്, ഒരു വെറൈറ്റി ജ്യൂസ് കടയുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഇതാ ഒരു ഫലൂഡയും ഒരു ഷാർജയും എല്ലാം ഓർഡർ ചെയ്ത് നമ്മൾ കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. ക്ഷീണിച്ചു പോയി കേസ്, ഏകദേശം 2 മണിയൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നാളെ വന്ന് ഈ റിസൾട്ടുകളെല്ലാം നമ്മൾ കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഡോക്ടറെ കാണണം. എന്നിട്ട് നമുക്ക് ഈ സർജറിക്കുള്ള ഡേറ്റ് എടുക്കണം. അപ്പോൾ അത്രയാണ് കേട്ടോ ഇനിയത്തെ കഥകൾ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനൊരു പുതിയ വീഡിയോയിൽ കാണാം.